ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ തേവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. കാക്കനാടിനും കളമശ്ശേരിക്കും വളരെ അടുത്തുള്ള സ്ഥലമാണ് തേവയ്ക്കൽ. തൊട്ടടുത്തായിട്ട് വിദ്യോദയ എന്ന് പറയുന്ന നല്ലൊരു സ്കൂളുണ്ട്. മെയിൻ എടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിലേക്ക് 1 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. മാത്രമല്ല കളമശ്ശേരി ഭാഗത്തേക്കും HMT ഭാഗത്തേക്കും ഒക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നമുക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റും. നല്ലൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു വീടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതിന് 4 സെൻറ്റ് 300 ലിങ്സിൽ ലാൻഡ് വരുന്നുണ്ട്. 1810 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. നമ്മൾ വീടിനകത്തേക്ക് വരികയാണ്. സ്ലൈഡിംഗ് ഗേറ്റ് ആണ് വന്നുള്ളത്. അപ്പോൾ ഒറ്റ സ്ലൈഡിംഗ് ഗേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നേരെ നമ്മൾ വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് വന്നു. ടൈലാണ് വാങ്ങിയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് KW വാട്ടറിൻ്റെ സ്റ്റോറേജ് സ്പേസ് വരുന്നത്. 5000 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ചെറിയ മോട്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വെള്ളം മേലേക്ക് ലിഫ്റ്റ് ചെയ്യാവുന്നതാണ്. നേരെ പോർച്ചിലേക്ക് വരാം. വലിയൊരു വാഹനം കടന്നു വീഴുന്ന രീതിയിൽ പോർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്. മേലെ പോളികാർബണേറ്റ് ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു പോർച്ച് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സ്പേഷ്യസുമാണ്. വലിയൊരു വാഹനം പാർക്കാനുള്ള സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടും ഒരു വാഹനം പാർക്കാനുള്ള സ്പേസ് മുറ്റത്ത് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ദർശനം വരുന്നത് വെസ്റ്റിലേക്കാണ്, പടിഞ്ഞാറോട്ടാണ് വീടിൻ്റെ ദർശനം. ഇപ്പോൾ ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ്. നോർത്ത് സൈഡ് നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൗത്ത് സൈഡിലും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. ലെപ്പോത്ര ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. 2 പീസ് ഡോർ തന്നെയാണ് വന്നുള്ളത്. അത് പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ നല്ല ഡിസൈനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പാനൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ വീടിനകത്തേക്ക് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ ലിവിങ് സ്പേസിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വാം ലൈറ്റ് തന്നെയാണ് വന്നുള്ളത്. ഇവിടെയായിട്ട് T യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് മൾട്ടിവുഡിൽ ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു T യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു L ഷേപ്പിൽ നമുക്കിവിടെ സോഫ സെറ്റീസും മറ്റുമൊക്കെ കൊടുക്കാവുന്നതാണ്. ഇതിനകത്ത് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റെയറിനടി പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഇങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗമാണ് ഡൈനിങ് ഏരിയ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. കിച്ചണിൽ നിന്ന് നേരെ ഇറങ്ങുന്ന രീതിയിലാണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റ് സൈഡ് ആയതുകൊണ്ട് 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ഡയറക്റ്റ് സൺലൈറ്റ് നമുക്ക് അകത്തേക്ക് കിട്ടുകയും ചെയ്യും. നല്ലൊരു കോക്കറി ഷെൽഫ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇങ്ങനെ. അപ്പം ഇതിൽ ബാലൻസ് ഫിറ്റിങ്സ് വരാനുണ്ട്. അപ്പം നല്ലൊരു ഷെൽഫ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി വാഷ് ഏരിയയിലേക്ക് വരാം. നല്ലൊരു വലിപ്പമുള്ളൊരു കൗണ്ടർ വാഷ് ബേസിനാണ് വന്നുള്ളത്. അപ്പം അത് ഗ്രാനൈറ്റിന് മേലെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സിറയുടെ ഫിറ്റിങ്സ് ആണ് ഫുള്ള് കൊടുത്തുള്ളത്. നല്ലൊരു ടെക്സ്റ്റ് വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇനി വലിയൊരു മിറർ മാത്രമേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു വാഷ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഇത് നോർത്ത് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡ്. അപ്പം ഈസ്റ്റിലേക്ക് നമുക്ക് പാചകം ചെയ്യാവുന്ന രീതിയിൽ ഫുഡ് ഹോബ് അറേഞ്ച് ചെയ്യാം. ഓൾറെഡി ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഫാബറിൻ്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനിയാണ് വന്നുള്ളത്. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. നല്ല ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഈ സിങ്കിലൊക്കെ നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് ഹൈറ്റുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നിൽക്കുമ്പോൾ നടു പെയിൻ വരും. അപ്പം ഇങ്ങനെ ഒരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നേരത്ത് അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആവുകയും ചെയ്യും. അപ്പോൾ 2 ടാപ്പ് വന്നിരിക്കുന്നതും സിറയുടെയാണ്. ഇവിടെയായിട്ട് അക്വാഗാർഡിൻ്റെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. പവർ പോയിന്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിന് സ്പേസ് കൊടുത്തിട്ടുള്ളത്. അത് അകത്തേക്ക് പ്ലേസ് ചെയ്യാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പവർ പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നമ്മുടെ ഈ ഭാഗത്തേക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വരാം. ഇങ്ങനെ ഒരു വർക്ക് ഏരിയ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ വർക്ക് ഏരിയ ഒന്നും വലിയ യൂട്ടിലിറ്റി ഒന്നും ആവശ്യപ്പെടാനില്ല. എങ്കിലും നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ടൈല് കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. ഓവനും മിക്സിയും മറ്റുമൊക്കെ നമുക്ക് ഇവിടെ വെക്കാവുന്നതാണ്. ഇനി ബാക്ക് സൈഡിലേക്ക് വരാം. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകുവശത്തേക്ക് ഇറങ്ങി ഇങ്ങനെ അത് തെക്ക് കിഴക്ക് ഭാഗമാണ്. നോർത്ത് ഈസ്റ്റ് കോർണറാണ്. അവിടെ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. ഇത് നോർത്ത് ഈസ്റ്റ് ഭാഗമാണ്. ഇവിടെയും ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. KW വാട്ടറിൻ്റെ മീറ്റർ വന്നിരിക്കുന്നത് ഇവിടെയാണ്. നമുക്കിനി വീടിൻ്റെ ബെഡ്റൂമിലേക്ക് പോവാം. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ കയറാം. നമ്മളിപ്പോൾ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇത് സൗത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 13 അടി നീളം വന്നിട്ടുണ്ട്. 11 അടിയോളം വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട്
കബോർഡും വരുന്നുണ്ട്. 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും. ഇനി ഇവിടെ ഒരു മിറർ വരാനുണ്ട്. അപ്പോൾ ഒരു ഡ്രസ്സിംഗ് ടേബിളും നമുക്ക് ഇവിടെ കിട്ടും. മേലെ ഇവിടെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതും ഡോറ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്ന സിറയാണ്. ഇനി ഇവിടെ ഒരു മിററും ലൈറ്റും വരാനുണ്ട്. ഇവിടെ ഒരു 2 ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ഷവർ കോക്ക്, റെയിൻ ഷവർ എല്ലാം സിറയുടെ ഫിറ്റിങ്സ് ആണ്. വിത്ത് സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. ഈറ്റൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെയാണ് എക്സോസ്റ്റ് വന്നുള്ളത്. ഒരു മിഡിൽ പോർഷൻ്റെ ടൈലിൻ്റെ കളർ പാറ്റേൺ മാത്രം മാറിയിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല്, പിന്നെ നല്ലൊരു ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. 10 അടി നീളവും 10 അടി വീതിയും വന്നിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡ്, ഇത് ഈസ്റ്റ് സൈഡ്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരും. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും അവിടെ വരുന്നുണ്ട്. 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ കബോർഡും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് വരാം. വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മിററും ലൈറ്റും വരാനുണ്ട്. ഇവിടെ 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, പിന്നെ സിംഗിൾ പീസ് ക്ലോസറ്റ്, പിന്നെ ടവൽറാണും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ക്ലോസറ്റിന്റെ ഭാഗത്തുള്ള ടൈലിനും വ്യത്യസ്തമായിട്ടുള്ള ഒരു കളർ പാറ്റേൺ ആണ് വന്നുള്ളത്. താഴെ മാറ്റ് തന്നെ. ഡോറിനും അതേ കളർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു ഡോറും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. ഒരു ഗ്രിപ്പുള്ള ഗ്രാനൈറ്റ് വന്നിട്ടുണ്ട്. 2 സൈഡിലും ഹാൻഡിൽ വന്നിട്ടുണ്ട്. ഈ കാണുന്നത് സൗത്ത് സൈഡിലെ ഒരു വിൻഡോയാണ്. ഭംഗിയായിട്ട് അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. മേലേക്ക് കയറാം. നല്ല വലിപ്പമുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് നല്ല സ്പേസ് ആണ്. ഇതിനെ നമുക്ക് സ്റ്റഡി ഏരിയ ആയിട്ടോ വർക്കിംഗ് സ്പേസ് ആയിട്ടോ മാറ്റിയെടുക്കാവുന്നതാണ്. ധാരാളം പവർ പോയിന്റുകളൊക്കെ വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഇന്റീരിയർ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒരു കോർണർ സെറ്റിയും മറ്റുമൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു TV നമുക്ക് അവിടെ കൊടുക്കാം. TV യൂണിറ്റ് ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. താഴെ കണ്ട അതേ രീതിയിലുള്ള ബെഡ്റൂമാണ്. 13 അടി നീളം, 11 അടി വീതി. സൗത്ത് വെസ്റ്റ് കോർണറാണ്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. അതേ കബോർഡ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇനി ഫിറ്റിങ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ബാത്റൂം ഫിറ്റിങ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെയിം പാറ്റേൺ തന്നെയാണ്. വാഷ് ബേസിൻ, 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ് ഒക്കെ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. സെയിം പാറ്റേണിലുള്ള ഡോർ തന്നെയാണ് വന്നുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. താഴെയുള്ള ബെഡ്റൂമിൻ്റെ അതേ സൈസ് തന്നെയാണ് വന്നുള്ളത്. ഇത് ഈസ്റ്റ്, ഇത് സൗത്ത്. മേലെ ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. അതേ കബോർഡ് തന്നെ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഇനി ബാത്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെയിം പാറ്റേൺ തന്നെയാണ്. ടൈലിൻ്റെ പാറ്റേണും മാറ്റമുണ്ട്. വാഷ് ബേസിൻ, 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് പോവാം. യൂട്ടിലിറ്റി ഏരിയ ആണ്. ഇത് കവർ ചെയ്തിട്ടില്ല. നമുക്കിത് കവർ ചെയ്യാനുണ്ട്. ഇവിടെ പവർ ലൈൻ വന്നിട്ടുണ്ട്, വാട്ടർ ലൈൻ, വേസ്റ്റ് ലൈൻ. വാഷിംഗ് മെഷീൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലക്കി വിരിച്ച് നമുക്ക് മേലെ ഇടാം. ഇത് ഷീറ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് വസ്ത്രങ്ങൾ നമുക്ക് ഇവിടെ ഉണക്കാനിടാം. അല്ലെങ്കിൽ മേലെ ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട്, അതിലേക്ക് വിരിക്കാവുന്നതാണ്. ക്വയർ ട്യൂബിലാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. 2 സൈഡിലും ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ള ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അത് ഡ്രസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് ഒന്ന് പോകാം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ബാൽക്കണിയിലാണ് നിൽക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. പടിഞ്ഞാറോട്ടാണ് ഫേസ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ, ടഫൻഡ് ഗ്ലാസും വന്നിട്ടുണ്ട്. അപ്പം ഭംഗിയുള്ളൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടി. അപ്പോൾ മനോഹരമായുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 4 സെൻറ്റ് 300 ലെങ്സ് ലാൻഡ്, 1810 സ്ക്വയർ ഫീറ്റ്, 4 BHK ആണ്. താഴെ ഇതിന് 2 ബെഡ്റൂം, മേലെ ഇതിന് 2 ബെഡ്റൂം. അങ്ങനെ ഭംഗിയായിട്ട് വീട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. KW വാട്ടർ കണക്ഷനിൽ 5000 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന വില 80 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്. വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കൊണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് കാണുവാനും ഇതെടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. സിമിലർ ആയുള്ള ഒരുപാട് പ്രോപ്പർട്ടികളും നമ്മുടെ പക്കലുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റിനും നിങ്ങളുടെ മനസ്സിനും ഇണങ്ങുന്ന വീടുകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു മടിയും കൂടാതെ താഴെ കാണുന്ന നമ്പറിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിച്ചോളൂ. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.